ഔട്ട്സൈഡ്. നമുക്കൊന്ന് പുറത്ത് പോവാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യണ സെറ്റഫിലിൻ്റെ ഈ മോയ്സ്ചറൈസറാണ്, ഡെയിലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഫോർ സെൻസിറ്റീവ് സ്കിൻ. എനിക്കെന്തോ ഭയങ്കര നല്ലതായിട്ട് തോന്നി. എൻ്റെ സ്കിൻ സെൻസിറ്റീവ് ഒന്നുമല്ല, എന്നാലും എനിക്കെന്ത് നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീല് തോന്നാറുണ്ട്. ഞാൻ കുറച്ചാണ് എടുക്കുന്നത്, 2 സ്വിഷ് മതിയായിരിക്കും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ നല്ല വെതറാണ്, നല്ല സൺലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പുറത്ത് പോകാം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ജെല്ലി പോലെ ഇങ്ങനെ ലൈക്ക് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം എടുക്കും ഒന്ന് അബ്സോർബ് ആവാനായിട്ട്, ഡ്രൈ ആവാനായിട്ട്. ഒരു വാട്ടറി ഒരു 2 to 5 seconds എടുക്കട്ടെ ഇതൊക്കെ ഒന്ന് അബ്സോർബ് ആവാനായിട്ട്. ഇത് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എന്തിട്ടാലാണ് ഒരു എന്താ പറയുക നന്നായിട്ട് എന്താ പറയുക നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് അബ്സോർബ് ആയില്ലെങ്കിൽ നമുക്കൊന്നും ഇട്ടാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് മെയിനായിട്ടൊന്ന് മോയ്സ്ചറൈസർ ഇടും. പിന്നെ ഞാൻ ഇടുന്നൊരു സാധനമാണ് പ്രൈമർ. ഈ പ്രൈമർ ഇടുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ഇതൊരു വ്യത്യാസം അറിയില്ലായിരുന്നു. പ്രൈമർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫേസ് കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് തോന്നുന്നു. ലൈക്ക് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്, എന്തൊക്കെയോ ഒരു ഫീലിങ്സ്. ബട്ട് പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും. ഈ പ്രൈമർ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈം ആണ്, നാച്ചുറൽ റേഡിയൻസ് ബേസ് ലൂമിയർ. ഇത് കണ്ടോ യെല്ലോയിഷ് കളർ, യെല്ലോയിഷ് പെയിൽ യെല്ലോ എന്നൊക്കെ പറയാം, ആ ഒരു കളറാണ്. അപ്പോൾ അത് ഞാൻ ഇത്തിരി ഇടും. കണ്ടോ, ഇത് എൻ്റെ ധാരാളം. അപ്പോൾ നമ്മൾ എന്ത് നമ്മുടെ മുഖത്തിട്ടാലും നമ്മൾ കഴുത്തിലൂടെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കഴുത്തിന് വേറെ കളറ്, ഫേസ് മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ കറുത്ത പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോട്ട്സ് ഒക്കെ കാണുമല്ലോ, കുരുക്കളൊക്കെ വന്ന് പാടും അങ്ങനെയൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കൺസിലർ യൂസ് ചെയ്യാം. ഞാൻ ഇടയ്ക്കൊക്കെ കൺസിലർ ഇങ്ങനെ യൂസ് ചെയ്യും, ജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് മറയ്ക്കാനെല്ലാമായിട്ട്. കാണിച്ചിട്ട് കുറേ കഴിയുമ്പോൾ തീരണ്ടേ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി കൺസിലർ ഒരുമാതിരി സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എനിക്ക് കൂടുതൽ കാരണം നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ പുട്ടിയിട്ടാൽ കുഴപ്പമില്ല. ഇനി പുറത്തൊക്കെ അടുത്ത് പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പ്രൈമർ ഇട്ടാൽ മതി. ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല, ഇത് അത്രയ്ക്ക് വരുന്നില്ല. പിന്നെ വെയിൽ കൊള്ളുകൊണ്ടില്ല അങ്ങ് കൊള്ളട്ടെ എന്നുള്ളൊരു മൈൻഡായിരിക്കും. ഫൗണ്ടേഷൻ ഉണ്ട് സമയം. ഇത് മാക്കിൻ്റെ ഒരു NC445 എന്ന് പറഞ്ഞ ഒരു ഫിക്സ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് ഞാനൊരു സാമ്പിൾ പോലെ വാങ്ങിച്ചതാണ്. കാരണം ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്ത ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വേർക്കുമ്പോഴത്തേക്കും മുഖം എന്തോ പോലെ ആവുന്നൊക്കെ അവരോട് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഇതുവരെ യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞ് തന്നതാണ്. അപ്പോൾ ഇത് തീരാറായി. അപ്പോൾ ഞാനിത് ഇത്തിരി ഇടാമെന്ന് വിചാരിച്ചു, അടുത്തല്ലേ പോകുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ പൗഡറൊക്കെ ഇട്ടിട്ട് സെറ്റാവും. എല്ലായിടത്തും തന്നെ പുട്ടിയിട്ടു. ഞാൻ കുറച്ചിടണുള്ളൂ, എന്നിട്ട് നമുക്ക് പൗഡർ ഇട്ട് ഫിക്സ് ചെയ്യാമല്ലോ. കാരണം എനിക്ക് ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെ കുറേ മുഖത്തോട്ട് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ആ ഒരു ഫ്ലോയ്ക്കോടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വന്നിട്ട് പ്രിപ്പയർ ചെയ്യുമല്ലോ അങ്ങനെ. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് ഈ ഫൗണ്ടേഷനൊക്കെ ചെറിയ മിനി ഇങ്ങനെ ഒരു 30 ml അങ്ങനെയൊക്കെ ഇട്ടുവാണെങ്കിൽ എന്ത് സുഖം. കാരണം ഞാൻ പേഴ്സണലി അങ്ങനെ കുറേ അങ്ങ് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരാളല്ല ഫൗണ്ടേഷൻ. പ്രത്യേകിച്ച് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്കിത് ഇപ്പോഴും ആ പുതിയതുപോലെ തന്നെ അത്രയും ക്വാണ്ടിറ്റിയിൽ ഇരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് മാത്രമാണ് ഞാൻ ഈ മിനി കിട്ടിയപ്പോൾ തീരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തോളൂ. അങ്ങനെ അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഐഷാഡോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഫൗണ്ടേഷൻ പൗഡറിലായിട്ട് നേരെ പോകുന്നത്. അപ്പോൾ ഇത് മാക്കിൻ്റെ ഫിക്സ്ഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഞാൻ മാക് പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. വേറെ പ്രൊഡക്റ്റ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ 2 എണ്ണം യൂസ് ചെയ്തു. പക്ഷേ എനിക്കതത്ര എൻ്റെ ഫേസ് എന്തോ പോലെ ആയിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഫേസ് ഓക്കെ ആയിട്ടിരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NC43 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, നാട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് ജസ്റ്റ് നമ്മുടെ ഫേസിലൊക്കെ ചുമ്മാ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് നമ്മുടെ ആ ഒരു ഫൗണ്ടേഷൻ ഒന്ന് സെറ്റായിട്ടിരിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഇങ്ങനെ ഒട്ടണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫേസ് ബ്രൈറ്റനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കണ്ടില്ലേ, സെറ്റായി. ഇത് നമുക്ക് കണ്ണെഴുതാം, പിരിക്കെഴുതാം, ലിപ്സ്റ്റിക് ഇടാം, അങ്ങനെയൊക്കെ. ഞാൻ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാമായിരുന്നു, ഐബ്രോ ജെല്ല് യൂസ് ചെയ്യാമായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ മാക്കിൻ്റെ ഈ മസ്കാര, ഞാൻ ഇപ്പോഴും അലക്കണം ഈ മസ്കാര എങ്ങനെ നമ്മൾ എഴുതും, മസ്കാരയുടെ ഈ സാധനം വെച്ചിട്ട്.
പിന്നെ സക്സസ്ഫുള്ളായി. നമുക്ക് എന്നിട്ടിരിക്കും ഒരു സൈഡ് എഴുതി. ഇനി നമുക്ക് ഈ സൈഡ് എഴുതിയിട്ട് ഒരു സംഭവം ജെല്ല് പോലത്തെ ഒരു എൽഫിൻ്റെ ഒരു സംഭവം അതും കൂടെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് എൽഫിൻ്റെ ആ സംഭവം. മസ്കറ ട്രാൻസ്പെറൻറ്റ് ക്ലിസ് ആൻഡ് സോട്ട്ലെസ്സസ് എന്ന് പറഞ്ഞ സംഭവം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. ഇത് ഇടുമ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. എന്തോ ഭയങ്കര തണുപ്പ്. അപ്പം ഇതിങ്ങനെ നേരെ ഇരിക്കുമ്പോൾ എന്തോ എനിക്കെന്തോ ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് കണ്ണ് യൂസ് ചെയ്യണം. ഞാൻ റിമലിൻ്റെ ഒരു ഐലൈനറാണ്, പ്രൊഫഷണൽ ലിക്വിഡ് ഐലൈനർ ലിക്വിഡ് പ്രൊഫഷണൽ. ഓക്കെ, ഇത് ബ്ലാക്ക് കളറാണ്. ഇത് വെച്ച് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ എഴുതാം. കണ്ണ് ഞാൻ കാറ്റൈസൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കാറ്റൈസ് ഇട്ടിട്ടായിട്ടില്ല ഞാൻ. പക്ഷേ ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവും. ഇനി നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം വാങ്ങിച്ചത് ഭയങ്കര എൻ്റെ ഫേവറേറ്റ്. ഇപ്പോഴും ഫേവറേറ്റൊക്കെ തന്നെയാണ്. വല്ലപ്പോഴൊക്കെ ഇടാറുള്ളത്. ആദ്യമൊക്കെ എപ്പോഴും ഇടുമായിരുന്നു. അതുകൊണ്ട് തന്നെ തീരാറായി. ഇത് നമ്മുടെ റിമലിൻ്റെ തന്നെ അർബൻ അഫെയർ എന്ന് പറഞ്ഞ ഒരു ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ഇടാം. ഓക്കെ, ന്യൂഡ് ഷെയ്ഡാണത്. ഇതിന്ന് ഇങ്ങനെ ഇരിക്കും. കൊള്ളാല്ലേ? വേണമെങ്കിൽ നമുക്കൊന്ന് ലൈനർ എഴുതാം ചുറ്റും. എന്ത് സംഭവിക്കുന്നു നോക്കാലോ. ഷീ ഗ്ലാമിൻ്റെ ലൈനറാണ്. ഷീ ഗ്ലാമിൻ്റെ ബ്രൗൺ ഷെയ്ഡിലായിട്ടുള്ള ലൈനറാണ്. ഗ്ലാം 101 നോക്കാം. ഈ ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ലിപ് ഗ്ലോസ് ഇടാം. പക്ഷേ എനിക്ക് തോന്നാനുള്ള ഇപ്പം ഇടാൻ. അപ്പോൾ നമുക്കിനി ഹെയർ കൊണ്ട് എന്ത് മുടിയിലിട്ടാലും അതിൻ്റെ ഒപ്പം ഒരു ഹെയർ പോവും. നല്ല ഹെയർ ഫോൾ ഉണ്ട്. അത് ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിരിക്കാം, അറിയില്ല. വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. മുടി അഴിച്ചിടാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാപ്പ് വയ്ക്കാം കാറ്റ് വരുമ്പോൾ. കാരണം മുടി ഇപ്പം എങ്ങനെ കെട്ടിക്കൊണ്ട് പോയാലും കാറ്റ് വരുമ്പോഴത്തേക്കെല്ലാം പറഞ്ഞു പോകും. അങ്ങനെ. അപ്പോൾ ഞാൻ ബ്ലഷ് ഇടാൻ മറന്നുപോയത്. നമുക്കിത് ബ്ലഷ് ഇട്ടാലോ? ഇത് കളക്ഷൻ്റെ ബ്ലഷ് ആട്ടോ. ഇതൊരു സ്റ്റെയിനാണ്. എനിക്കെന്തോ ഫേവറേറ്റ് ആയിപ്പോൾ. കാരണം ഇടാനും എന്താ പറയുക സുഖമാണ്. അങ്ങനെ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. ജസ്റ്റ് വെള്ളം പോലെ ഇരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡ് കളറായിട്ട് വരും. കൊള്ളാമല്ലേ? ഇതിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണ്, നമുക്ക് കുഞ്ഞു ബാഗൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സുഖമല്ലേ. കാരണം നമുക്കിത് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം, ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. റിയലി ഗുഡീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടാവും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുമക്കും. ഇവിടെ ചെറുതായിട്ട് ചുമപ്പ് വന്നിട്ടുണ്ട്. കുറേ ഒന്നും വേണ്ട, നമ്മളിവിടെ അടുത്താണ് പോകുന്നത്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഇതാണ് മൊത്തം ഔട്ട്ഫിറ്റ്. ഒരു ഫ്ലെയർ ആയിട്ടുള്ള ഒരു ജീൻസും ബാഗ്, ജസ്റ്റ് ഒരു കാർഡിഗൻ ബോക്സിൽ പോകും. അപ്പം നമുക്ക് പുറത്ത് പോവാം. ബാഗ് മറന്നു പോയായിരുന്നു. പെർഫ്യൂം അടിക്കാൻ വന്നു. അർമാനി ഒരു പെർഫ്യൂമാണ്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല, പണ്ട് വാങ്ങിച്ചാൽ. അത് നമ്മൾ കയ്യിലൊക്കെ ഇടിച്ച് സെറ്റാകാം. അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. മറ്റേ വേണ്ട വിചാരിച്ചു. ഒന്നുകൂടി ജസ്റ്റ് പോണി ടൈൽ പോലെ കിട്ടി. എന്നൊക്കെ പുറത്ത് പോകാം.